ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് ഷൂട്ട് നടക്കുന്നത് എറണാകുളം ജില്ലയിൽ പനങ്ങാടാണ്. സ്വാഗതം ചെയ്യാം പനങ്ങാട്ടിലെ കലാകാരന്മാരെ, നന്മയുള്ള സ്നേഹിതരെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. നാടകം ഇവരുടെ ജീവനാണ്. നാടകക്കാരാണ് കൂടുതലും നാടകത്തെ ഒരുപാട് സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന കലാകാരന്മാരുള്ള നാട് തന്നെയാണിത്. എന്താ പേര്? പുരുഷൻ. പുരുഷനാണ്. ഓക്കെ, വീട് എവിടെയാണ്? പനങ്ങാട്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, പിടിച്ചോ, അഞ്ഞു പിടിച്ചോ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പൂരാനെത്തിടും മുൻപേ കരിങ്കളി കോര പറിച്ചാട്ട് തകതക താത്തിനന്തക തെയ്താര തനദിനന്തക തെയ്താര താത്തിനന്തക തനദിനന്ദിന തനദിനന്തക തെയ്താര ആ ഏ ഓ കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കാരങ്ങളുണ്ട്, വെള്ളം കോരിത്തിരി ഉള്ളം കിടുങ്ങാത്ത വേലക്കീടങ്ങളുണ്ട്. തക തക താത്തിനന്തക തെയ്താര തനദിനന്തക തെയ്താര താത്തിനന്തക തനദിനന്ദിന തനദിനന്ദിന തിന്താര. എന്തിനും മുന്നിലും മുൻപന്തിയിലും നിൽക്കുന്നവരാണ് പനങ്ങാട്ടുകാർ. തീർച്ചയായിട്ടും ഒരുപാട് സ്ത്രീ അമ്മമാര് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്തും നമ്മുടെ ഷൂട്ട് ഏകദേശം നൈറ്റായി. ഈ സമയത്തും ഒരുപാട് അമ്മമാര് ഇവിടെ, സ്ത്രീകള് കുട്ടികളെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. എന്താ അമ്മ പേര്? രാധാ ദിവാകരൻ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ, പിടിച്ചോ, അഞ്ഞു പിടിച്ചോ. ആരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കുരിന്റെ ചുണ്ടാണ് കണ്ടതയ്യ, ചക്കര ചുണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഇപ്പൊ നിങ്ങളുടെ നാട്ടുകാരനാണ്. ആരാണ്? പേരെന്താണ്? സാജു നവോദയ. അതായത് എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എന്റെ ആത്മാർത്ഥ സുഹൃത്ത് സാജു നവോദയ എന്ന പാഷാണം ഷാജിയുടെ നാടാണിത്. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇവിടെ. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സാജു നവോദയ, പാഷാണം ഷാജി. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം. ഇതാണ് പാഷാണം ഷാജി എന്ന് പേരിൽ അറിയപ്പെടുന്ന പനങ്ങാടുകാരുടെ സ്വന്തം സാജു നവോദയ അല്ലേ? എന്താണ് പനങ്ങാടുമായിട്ട് ഇത്രയൊരു സ്നേഹം തോന്നാനായിട്ട്? പനങ്ങാടുമായിട്ട് സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം ഞാൻ രക്ഷപ്പെട്ടത് പനങ്ങാട് വന്ന്. പിന്നെ കേട്ടല്ലോ, അത് മാത്രമല്ല, ഇവിടെ പനങ്ങാട് സൂരജ് പറഞ്ഞ പോലെ കലാകാരന്മാരുടെ നാടാണ്. അതിലുപരി ഒരു കലാകാരനെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു നാട് കൂടിയാണ് പനങ്ങാട്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെയല്ല. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു എനർജി, ഒരു കലാപരിപാടി നടന്നു. അതിപ്പോ നാടകം ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, ഗാനമേള ആയിക്കോട്ടെ, എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട്. സാജു ഇവിടെ വന്ന് താമസിച്ചു. ഇവിടെ ആയിരുന്നു, സാജുവിന്റെ വൈഫേഴ്സ് ആയിരുന്നു ഇവിടെ വീട് സെറ്റിലായി. അത് കഴിഞ്ഞ് പുള്ളി അന്ന് തൊട്ട് വെച്ചടി കയറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും പനങ്ങാട് വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പനങ്ങാട് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ചാനലിലാണെങ്കിലും പ്രോഗ്രാം ചെയ്തത്. ഇവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. നിൽക്കുന്നതെല്ലാം എൻ്റെ സഹോദരിമാരുണ്ട്, എൻ്റെ കസിൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചേട്ടന്മാരും വൈഫിന്റെ ഇളയച്ചൻ, അങ്ങനെ എല്ലാവരുമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയാണ് നിൽക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ ഈ ഒരു നാട്ടിൽ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലതുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പലർക്കും അറിയാൻ പറ്റില്ല. ഞങ്ങൾ ഒന്നിച്ച് വർഷങ്ങളോളം മിമിക്രി ഞാൻ തുടങ്ങിയ സമയത്ത് ഒന്നിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തതാണ്.
ഇപ്പോൾ സൂരജിനെ ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഒന്ന് മൈക്കെടുത്ത് സംസാരിക്കണ പോലും. പണ്ട് നമ്മുടെ നടത്തുരുത്തി അമ്പലത്തിൽ സൂരജ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അല്ല അത് പറയണം നടത്തുരുത്തി അമ്പലത്തിൽ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ആ ഇടക്കാരുന്നു, ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ വൈഫിൻ്റെ അമ്മേനെ എല്ലാവരെയും കേട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ പ്രോഗ്രാം ഒന്ന് കാണിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്താണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് സ്റ്റേജിൽ മാത്രം ഒന്ന് ജയം വന്നത്. സ്റ്റേജിൻ്റെ പുറത്തിറങ്ങിയിട്ട് കാലങ്ങ് പൊക്കിയപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വിട്ടുപോയി ബാൻഡിൻ്റെ. പിന്നെ പരിപാടി സ്റ്റേജിൽ ജയന്റെ പാട്ടോട്ട് തീരണമില്ല, ഇവന് കയറി പിന്നെ ഇസഡ് പോലെ നടക്കണം ജയൻ. ഇങ്ങനെ അത്ര നല്ല അനുഭവം സൂരജിന് പനങ്ങാട് വെച്ചിട്ടുണ്ട്, ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ നമ്മൾ ഇത്രയും കലാകാരന്മാരെല്ലാം ഇവിടെ നാടക കലാകാരന്മാരുണ്ട്, അതുപോലെ തന്നെ പാട്ട് പാടുന്നവർ, അങ്ങനെ ഒത്തിരി കലാകാരന്മാരുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവം ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി. നമ്മുടെ ഇവിടെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു കലാകാരൻ, അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അത് നമുക്കെല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. ജനകീയനായിട്ടുള്ള കലാകാരനാണ്, ഒരു മുതിർന്ന നമ്മുടെ ഗുരുസ്ഥാനിയായിട്ടുള്ളൊരു കലാകാരനാണ് അദ്ദേഹം. ഇന്നിവിടെ ഈ പ്രോഗ്രാം നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാർത്തികേയൻ എന്നാണ് ചേട്ടൻ്റെ പേര്. തീർച്ചയായിട്ടും നമുക്ക് കാർത്തികേയൻ ചേട്ടനെ നമുക്ക് നമ്മുടെ വേദിയിലോട്ട് ഒന്ന് ക്ഷണിക്കാം. ഇതാണ് കാർത്തികേയൻ ചേട്ടൻ. സാജു പറഞ്ഞ കാർത്തികേയൻ ചേട്ടൻ ഇവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു കലാകാരനാണല്ലോ സാജു? അതെ. എന്ത് പറ്റിയതാ ശരിക്കും? അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് പാട്ട് ഭജനക്ക് പോവുക. അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചന്ദ്രൻ ചേട്ടൻ, രണ്ടുപേരും കൂടി ഒരുമിച്ച് 2 വീലറിൽ വരുന്ന വഴിക്ക് നെട്ടൂര് പള്ളി സ്റ്റോപ്പിൽ വെച്ച് അപകടമുണ്ടായ. ചേട്ടൻ എന്തായാലും ജോലി എന്തായാലും ശരിക്കും? ചേട്ടന് ഈ പ്രോഗ്രാം ഇല്ലാത്ത സമയത്ത് അദ്ദേഹം പെയിന്റിംഗ് തൊഴിലാളിയാണ്. ചേട്ടാ നമസ്കാരം. സംഗീതം തന്നെയാണ് നമ്മുടെ ജീവിതം അല്ലേ? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വന്നു അല്ലേ? എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ദൈവാനുഗ്രഹം മാത്രമേ ഉള്ളൂ, അത്ര ഒരു പ്രശസ്തനല്ല. പിന്നെ എന്തായാലും ഇതൊക്കെ മാറും. നമ്മള് ഇതിനേക്കാളും മോശമായിട്ട് ജീവിക്കുന്നവരില്ലേ, അവസ്ഥകൾ വന്നവര്, അതെല്ലാം. പിന്നെ പാട്ടൊക്കെ ഉണ്ടോ? ഇപ്പോഴും പാടുന്നുണ്ടോ? പാടാണ്ട് കുറച്ച് അറുമണി വായിക്കും, പിന്നെ ഭാഗവത പാരായണത്തിന് പോകും, പിന്നെ കുറച്ച് ഭജന പഠിപ്പിക്കും. അതിന്റെ ശിക്ഷണങ്ങളൊക്കെ ഇവിടെ ഇപ്പുണ്ട്. ഒരുപാടുണ്ടോ? ഒരു കൈയടിച്ച്. സാധ്യത ഡാൻസ് പഠിപ്പിക്കും. പ്രേക്ഷകർക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ആ ഡാൻസിന്റെ കഥ. ഡാൻസിന്റെ കഥ പറയാം. ഞാൻ ഡാൻസ് പഠിപ്പിക്കേണ്ട, ഞാൻ ഡാൻസ് കളിക്കേണ്ടതാണ്. അങ്ങനെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നിടത്താണ് രശ്മി ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. അതെല്ലാവർക്കും അറിയാം. അല്ല, ഇതില് വേറെ സംഭവം ഉണ്ട്. അന്ന് ഡാൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് അത്രയും വർഷം മുമ്പ് ഡാൻസ് കളിച്ചല്ലേ. പിന്നീട് ഞാൻ അമർ അക്ബറിന്റെ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് ഹൈദരാബാദിലെ പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്നോട് വെച്ച് സാജു ഡാൻസ് കളിക്കുമോ? പിന്നെ ഞാൻ ഡാൻസ് മാസ്റ്റർ അല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തുനിന്ന് എന്നെ ഹൈദരാബാദിൽ കൊണ്ടുപോയി നേരെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷാജോൻ ചേട്ടനും ഞാനും കൂടിയാണ് ഡാൻസ് കളിക്കേണ്ടത്. അപ്പോൾ മാസ്റ്റർ ചോദിച്ച് അന്ത ആൾ എപ്പോഴും ഡാൻസ് നല്ല പണുവാ. അപ്പോൾ ഡയറക്ടർ നാഷൊക്കെ പറഞ്ഞ് ഷാജോന്റെ കാര്യം എനിക്കറിയില്ല, സാജു മാസ്റ്റർ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഡാൻസ് പഠിപ്പിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് മാസ്റ്റർ നാഷൊക്കെ നോക്കി. നാഷൊക്കെ എന്നെ നോക്കിയപ്പോൾ ഞാൻ തൊഴുത് കാണിച്ചു. ഇപ്പൊ എന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ട് പുള്ളി ഇപ്പോൾ വേറെ എവിടെ പഠിക്കാൻ പോകും. ശൈലിയൊക്കെ മറന്നുപോയി പുള്ളി. അപ്പൊ നമുക്ക് സാജു, നമുക്ക് കാർത്തികേയൻ ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞുതുള്ളികൾ തഴുകിയൊഴുകും മധുരഹേ മന്ദം, പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, ഗാനമേ നിൻ രാഗഭാവം താമരത്തനുവായി, ഗാനമേ
ചോദിച്ച് അതിലൊരാളെ സെലക്ട് ചെയ്ത് അവരെയാണ് കളിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുകയാണ് ഇന്നത്തെ കളി നമ്മുടെ കാർത്തികേയൻ ചേട്ടന് മാറ്റിവെച്ചാലോ? കാർത്തികേയൻ ചേട്ടന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഓക്കേ. തീർച്ചയായിട്ടും കാർത്തികേയൻ ചേട്ടന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ സൂപ്പർ ബമ്പർ കളിക്കാൻ പോവുകയാണ്. ഇന്നിവിടെ മത്സരമല്ല, ഇന്ന് കളിക്കാൻ പോണ ആള് ആരാണ്? ബിജു. അതെ, ഇന്ന് കാർത്തികേയൻ ചേട്ടന്റെ ദിവസമാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ഇന്ന് കളി നടക്കുന്നത് കാർത്തികേയൻ ചേട്ടന് വേണ്ടി ബിജുവാണ്. ഇവിടെ ഒരു പണപ്പെട്ടിയും ഒരു പണിപ്പെട്ടിയും ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിന് ഈ പണം ലഭിക്കണമെങ്കിൽ പണിപ്പെട്ടിയിൽ നിന്ന് ഒരു പണി എടുത്തിട്ട് ആ പണിയിൽ ജയിച്ചാൽ മാത്രമേ പണപ്പെട്ടിയിൽ നിന്ന് പണം ലഭിക്കുകയുള്ളൂ. പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാലും ആദ്യത്തെ ഗെയിമിലേക്ക് ഒന്ന് വിടാം അല്ലേ? തള്ളി വിടാം. നമുക്ക് എല്ലാ ഗെയിമും ജയിക്കും. നമ്മുടെ ഗെയിം മാസ്റ്റർ ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഗെയിമുകളെല്ലാം വളരെ ഭീകരം തന്നെയാണ്. നോക്കിയാലോ? ഒരു കുഴപ്പമില്ല. ഒരു ഞാനൊരു ആവേശത്തിന് പറഞ്ഞാട്ടോ. ആവേശത്തിന് പറഞ്ഞായിരുന്നോ? പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അപ്പോ ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വായിച്ചോളൂ സജു. പന്ത് കൊണ്ടാട്ടം. ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് പന്ത് കൊണ്ടാട്ടം. എന്താണെന്ന് മനസ്സിലായോ? പന്ത് കൊണ്ടാട്ടം ഇല്ല മനസ്സിലായില്ല. സംഭവം പറഞ്ഞാൽ ഇവിടെ കുറെ പന്തുകൾ ഇവിടെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഈ ബോള് ബ്രീത്ത് ചെയ്ത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുകയില്ല, 10 എണ്ണം വേണം നമുക്ക് ആ ബൗളിനകത്ത് ഇടാൻ. ഓരോ ബോളായിട്ട് ചുണ്ടില് ബ്രീത്ത് ചെയ്ത് പിടിച്ചു നിർത്തുക. ഇതിന്റെ അടിയിലൂടെ വന്നിട്ട് കൊണ്ടുപോവുക, ഇതിലിടുക. 120 സെക്കൻഡ് ആണ് സമയം. 10 ബോളാണ് നമുക്ക് ഇടേണ്ടത്. 20 ബോൾ ഇരിപ്പുണ്ട്. 20 ഇടാൻ സാധ്യതയുണ്ട്. ആണോ? നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. പിടിച്ചോ. യെസ് യെസ്. 1 പെട്ടെന്നായിക്കോട്ടെ. 2 പകുതി. ഇതൊക്കെ എന്ത്? ആദ്യത്തെ ഗെയിമിൽ ഓക്കേ. നാലാമത്തെ 4 കയ്യടിച്ചു കൊടുത്തേ. സമയം കിടക്കുക. ഓരോ കളർ വ്യത്യസ്തമായ കളറാണ്. കണ്ടില്ലേ? അത് അതിലൊരു കല കാണുന്നുണ്ടല്ലോ. വെരി ഗുഡ്. യെസ്. 7. 8ാമത്തെ പോണു. 8 9 10ാമത്തെ. സമയം ഇനിയും കിടക്കുകയാണ്. എന്താ സൂരജ വിചാരിച്ചത്? ഇതൊക്കെ ട്യൂഷന് പോയിട്ട് സംഭവല്ലേ? ഇതൊക്കെ ട്യൂഷൻ. സമയം കിടക്കുക, നിർത്തുന്നില്ല. എടുത്തോ. 10 വേണ്ട, മതി. തുടങ്ങിയപ്പോഴേ ചോദിച്ചല്ലേ. സൂപ്പർ ബമ്പറിലെ ആദ്യ വിജയായ ബിജുവിന് 1000 രൂപ സമ്മാനം. അപ്പൊ നമുക്ക് 2000 രൂപയുടെ ഗെയിമിലേക്ക് പോവാം. തീർച്ചയായിട്ടും ബിജു. ഓക്കെ വന്നോളൂ.
ഏതായാലും സാജപ്പ അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. 2000 രൂപയുടെ ഗെയിം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും 2000 രൂപ ഒക്കെ ഇവിടെ മേടിക്കും. 2000 രൂപ മേടിക്കും. എന്തായാലും അടുത്ത ഗെയിം നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? അതിനു മുമ്പ് സ്വീകരണ സൂപ്പർ ഷോട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ബിജു ആണ്. സാജപ്പാ, എന്താണ് അടുത്ത പരിപാടി? ഒന്നുമില്ല, 2000 രൂപ കൊടുത്തിട്ട് മൂന്നാമത്തെ ഗെയിം വെച്ചു. 2000 രൂപ കൊടുത്തിട്ട് മൂന്നാമത്തെ ഗെയിം തുടങ്ങിക്കോളാം. അതെന്തായാലും ജയിക്കും, ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ഏതായാലും അടുത്ത ഗെയിമിന്റെ പേരാണ് കൈപ്പന്ത്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. 2000 രൂപ കിട്ടത്തില്ല. ജയിച്ചു കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് കളിക്കാം. 3000 രൂപ ഇത് ജയിക്കുമല്ലെന്ന് ഞാൻ പറയായിരുന്നു, പക്ഷെ അതിൽ എന്താ ഒഴിക്കണേന്നും കൂടി പറഞ്ഞു. ഏതിനകത്ത്? വൈൻ ഗ്ലാസിനകത്ത്. വൈൻ ഗ്ലാസിനകത്ത് സാറിന് എന്താ ഒഴിക്കാറ്? സാധാ വെള്ളമാണെങ്കിൽ തോക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജയിക്കും. ഈ ഗെയിമിന്റെ പേര് കൈപ്പന്ത് എന്നാണ്. ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വെളിയിൽ നിന്ന് ഒരാളോട് വേണം. സാഹിബിനെ നിർത്തുന്നില്ല. അല്ല, ഞാനല്ല, വേണ്ട, താല്പര്യമില്ല. നിങ്ങൾ കളിക്കും. ഞാൻ കളിക്കണേലല്ല, ചിലപ്പോ ഞാൻ ഇപ്പൊ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത, പക്ഷെ ഈ ഒരു ഒറ്റ വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യല പുള്ളിയല്ലേ. പുറത്തു തന്നെ വിളിക്കാം. ആരോ ഒരാളൊന്ന് കൈപൊക്കെ വന്നു. ഓക്കെ, അപ്പൊ എന്താ വെച്ചാല് ചേട്ടന്റെ കയ്യില് 2 പ്ലേറ്റ് കൊടുക്കുക. 2 കയ്യിൽ ഓരോ പ്ലേറ്റ് കൊടുക്കുക. പേരെന്താണ് ചേട്ടാ? അജയൻ. ചേട്ടന്റെ കയ്യില് ഓരോ കയ്യിലും ഓരോ പ്ലേറ്റ് വെച്ച്. കറക്റ്റ് ടൈമാട്ടോ, ഈ സമയത്ത് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടിരിക്കുന്ന ടൈമാ. ആണോ? ആഹാ. ഒരു വൈറ്റ് ഗ്ലാസ് വെക്കുക. ഇതിന്റെ മുകളിൽ ഒരു ബോള് വെക്കുക. വീണ്ടും ഇതിന്റെ മുകളിൽ ഒരു വൈറ്റ് ഗ്ലാസ് വെക്കുക. വീണ്ടും അതിന്റെ മുകളിൽ ഒരു ബോൾ വെക്കുക. ഇതാണ് ഗെയിം. ഇതുപോലെ അപ്രൈൻ ചെയ്യുക. 100 സെക്കൻഡ് ഉണ്ട് സമയം. ഗെയിം സ്റ്റാർട്ട്. കൈപ്പന്ത്. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് ഒന്നുമില്ല, എല്ലാം കറക്റ്റ് ആവും. അകമ്പുറം നോക്കണ്ട, അത് റൗണ്ടാകും. ചതിക്കരുത്. ഇല്ല, ഒന്നുമില്ല, നമുക്ക് ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ, ഒന്നുമില്ല. റെഡി? ഓക്കെ, ഫൈൻ ഫൈൻ. അങ്ങോട്ട് നോക്കണ്ട, ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കണ വിറക്കണത്. കളി ജയിച്ചിരിക്കുകയാണ്. 100 സെക്കൻഡിലാണ് ഈ കളി ജയിച്ചിരിക്കുന്നത്. സന്തോഷം. എന്താ പൊന്നെ ഈശ്വര, എന്നാ പറയാ സാജപ്പ? പിന്നെ സമയം എത്രയായി സാജപ്പ? പിന്നെ ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ കൈ വിറയ്ക്കുന്നത്? ടെൻഷൻ ഉണ്ടായോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം. അല്ല, കൈ വിറക്കണ കാര്യം പറ. അപ്പൊ എന്തോ ഉണ്ട് സാഹിബ്. നമുക്കറിയില്ല നിങ്ങളുടെ നാട്ടുകാരെ കുറിച്ച് എന്താണ്. കൈ വിറച്ചാലും കറക്റ്റ് ആയിട്ട് ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഗെയിം ബിജുവിന്റെ കയ്യിലല്ലായിരുന്നു, ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ഗെയിം. ഓക്കെ, അടുത്ത സുഹൃത്താണല്ലേ? ഓക്കെ ഓക്കെ. സാഹിബ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഗംഭീരല്ലേ? ഏതായാലും 2000 രൂപയുടെ ഗെയിം വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് 3000 രൂപയുടെ ഇങ്ങനെയുള്ള ഗെയിമൊക്കെ ഒരേ മനസ്സുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. ഏതായാലും നമ്മുടെ ചേട്ടൻ എന്തേ? കാർത്തികൻ ചേട്ടൻ അവിടെ ഉണ്ട്. കാർത്തികൻ ചേട്ടന് വേണ്ടിയിട്ട് 2000 രൂപയുടെ ഗെയിമിൽ കളി ജയിച്ചിരിക്കുകയാണ്. 3000 രൂപയുടെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. റെഡിയല്ലേ? എടുക്കാമല്ലേ? എടുത്തോളൂ. അടുത്ത ഗെയിമിലേക്ക് പോകാം. ഈ ഗെയിം എന്താണെന്ന് അറിയാനായി പ്രേക്ഷകരും ഇവരെല്ലാം കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് പനങ്ങാടുകാരുടെ ഒരു നല്ല പെർഫോമൻസ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. इधर तुम्हें ये जो मजा है, मजा ये कुछ न क्या है, ये दिल को आज क्या हुआ है कि जो मजा की जा रहा है, झूम 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 बाबा।
मजा ये कृष्ण ज्ञान क्या है ये दिल को आज क्या हुआ है कि जो मजा जा रहा है झूम 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 बाबा झूम 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 बाबा झूम 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 बाबा क्या सुरूर चाकू शेक में रखेगा ഇത് നന്നായിരുന്നല്ലേ? ഓ ഗംഭീരം, നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് പാടി. എന്തായാലും നല്ലൊരു കയ്യടി. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകണം. 3000 രൂപയുടെ ഗെയിമാണ്. റെഡിയാണോ? റെഡി റെഡി. അത് ചോദിക്കണ്ട, റെഡിയാ. അപ്പോ അടുത്ത ഗെയിമിന്റെ പേര് ഞാൻ വായിച്ചിട്ടില്ല. അടുത്ത ഗെയിമിന്റെ പേരാണ് സൂപ്പർ ബമ്പർ വില്ല. അടുത്ത സമ്മാനം വില്ലയാണോ? വില്ലയാണ്. അടുത്ത സമ്മാനം വില്ലയാണ്. വില്ല ഉണ്ടാക്കണം, അതാണ് ഗെയിം. റെഡിയാണോ? തീർച്ചയായിട്ടും റെഡി. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. മടക്കിയ കുറെ കാർഡ്സ് ഇരിപ്പുണ്ട്, മടക്കാത്ത കുറെ കാർഡ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു വില്ല ഉണ്ടാക്കണം. എന്താന്ന് വെച്ചാൽ 4 മടക്കിയ കാർഡുകൾ അടുപ്പിച്ച് വെക്കുക. അതിന്റെ മുകളിൽ പ്ലെയിൻ ആയിട്ടുള്ള കാർഡ് വെക്കുക. അതിന്റെ മുകളിൽ 3 മടക്കിയ കാർഡ് വെക്കുക. അതിന്റെ മേളിൽ മടക്കാത്ത കാർഡ് വെക്കുക. അവസാനം ഒരു കാർഡ് വെച്ച് ഒരു വില്ലയുടെ ഷേപ്പ് ആക്കുക. നമ്മുടെ ഗെയിമിന്റെ സമയം എത്രയാണ്? 80 സെക്കൻഡാണ് സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാറായി. ഗെയിമിന്റെ പേരാണ് സൂപ്പർ ബമ്പർ വില്ല. ഗെയിം സ്റ്റാർട്ട്. സജി കളി തെറ്റിക്കാൻ പറ്റുമോ? തെറ്റിക്കാൻ പറ്റില്ല. ഞാൻ എവിടെ പോയാലും തെറ്റിക്കുന്നതാണല്ലോ. എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയോ? കൈയടിച്ചു കൊടുക്കാം. നല്ല 20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. സ്പീഡാക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 3000 രൂപയുടെ ഗെയിമാണ്. ഓക്കെ, ഉറപ്പുള്ള സമ്മാനമാണ്. മതി. സെക്കൻഡ് ഫ്ലോർ റെഡി. അമൂല്യമായ പൈസയാണ്, കാരണം ഈ പൈസക്ക് ഒരുപാട് വിലയുള്ള പൈസയാണ്. ഓ, ഞാനൊക്കെ വീട് വെച്ചിട്ട് ബാങ്കിലെ പൈസ ഇറക്കും. ഇത് വീട് വെച്ച പൈസ കിട്ടുവാണ്. അതാണ്. വെക്ക്. വെയ് ഒരു കാർഡ് കൂടി. സമയം തീരാൻ പോണ്. സമയം തീരാൻ പോണ്. 48 സെക്കൻഡായി. 50 സെക്കൻഡ്. ഓക്കേ. 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനം. എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടുന്ന് പോകൂല. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. സി കേരളം സൂപ്പർ ബമ്പറിന്റെ 2000 രൂപ സമ്മാനം. ടോട്ടൽ 3000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്.
സാജു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ നാടകത്തിൽ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഒരുപാട് നാടകങ്ങളിലും നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂള് +2 കലോത്സവങ്ങളൊക്കെ നാടകം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പണ്ട് മത്സരത്തിന് ജഡ്ജായിട്ടിരുന്ന് ഓർക്കുന്നുണ്ട്. ജഡ്ജായിട്ടിരുന്നിട്ട് SNDP സ്കൂളിൽ ജഡ്ജായിട്ടിരുന്നിട്ട് മോണോ ആക്ട് മത്സരമായിരുന്നു. ഒരു പയ്യൻ മോണോ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം എന്റെ പരിപാടി ഇതോടെ അവസാനിക്കുമെന്ന് പറഞ്ഞ് തലറങ്ങി അങ്ങ് വീണ് സ്റ്റേജിൽ നിന്ന് പുറത്തുനിന്ന് ജഡ്ജസ് ഓടിച്ചെന്ന് പയ്യനെടുത്ത് പൊക്കിയപ്പോൾ അവൻ കൈനട്ടി വിട്ട് എന്റെ മോണോ ആക്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു പറഞ്ഞ് അവൻ ഇറങ്ങി അങ്ങോട്ട് പോയി. സിനിമ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സിനിമ ചെയ്തായിരുന്നു. അത് തന്നെ അമർ അക്ബർ അന്തോണിയിൽ ഞാൻ ചെയ്തത്. ഗംഭീര ഒരു സംഭവമായിരുന്നല്ലേ, രസമായിട്ട് ചെയ്തു. സാജുവിന് അങ്ങനെ ഒരുപാട് നിങ്ങൾ അറിയപ്പെടുന്ന സാജു നവോദയക്കാൾ ഉപരി നമ്മുടെ സുഹൃത്ത് സാജു എന്താ പാഷാണം ഷാജിക്ക് അറിയപ്പെടാത്ത പാഷാണം ഷാജി എന്ന് പറഞ്ഞ ഇപ്പൊ പാഷാണം ഷാജി മാറി കരിങ്കണ്ണൻ സിനിമ. അപ്പൊ അത് എന്റെ അടുത്ത് ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ അടുത്തുള്ള ചേട്ടൻ പറയും ഇപ്പൊ സിനിമ നായകനൊക്കെ ആയല്ലേ കരിങ്കുരങ്ങിലെന്ന്. ചിലപ്പോ അത് എന്റെ മുഖം കണ്ടിട്ട് പുള്ളിക്ക് തോന്നിയതായിരിക്കുമല്ലോ, സിനിമ കണ്ടിട്ടില്ല പാവം. അതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു അല്ലേ? പിന്നെ അതൊരു ചേഞ്ച് ആയിരുന്നു. അതിനകത്ത് കരിങ്കുരങ്ങല്ല കരിങ്കണ്ണൻ ചേട്ടൻ കരിങ്കുരങ്ങായിട്ട് അഭിനയിച്ചല്ലേ. റിഹേഴ്സൽ ക്യാമ്പുകളിലൊക്കെ വൈകിട്ട് മിമിക്രിക്കാലും കൂടുതൽ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഇയാൾ നന്നായിട്ട് കവിത ചെല്ലുന്ന ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ശീലമുണ്ടോ? ഇല്ലില്ല, ആ ശീലം ദുശീലം മാറി. ഞാൻ ഓർക്കുന്ന ഒരു കവിതയുണ്ട് വിദ്യശീലത്തിന്റെ. പ്രേക്ഷകർക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. നന്നായിട്ട് സാജു നവോദയ കവിത 2 വരിച്ചിട്ടുണ്ട്. അല്ല ഞാനതൊക്കെ മറന്നുപോയി, അന്ന് പാടിയേക്കണം. അന്നത്തെ ഒന്ന് ഏറ്റുപിടിക്കുക വിദ്യശീലം. ഒരു 2 വരി പാടാം. കറക്റ്റ് ലൈന് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇവിടെ കലാകാരന്മാരും കവിതകളുള്ളവരൊക്കെ അതിനൊക്കെ എല്ലാം കവിതകളുള്ള ആൾക്കാരാണ് അറിയാം. അപ്പൊ 2 വരി ഞാൻ എന്റെ ഓർമ്മയിൽ ഉള്ളത് ഞാൻ ചൊല്ലാം. തീർച്ചയായിട്ടും. വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫൽഗുണ സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക കാനനച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാര വീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. ഇതാണ് ലിറിക്സ് മറന്നു പോയെന്ന് പറഞ്ഞല്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്നും മറന്നിട്ടില്ല, നിങ്ങൾ വന്ന വഴിയൊന്നും മറന്നിട്ടില്ല. ഇനി നമുക്ക് ഗെയിമിലേക്ക് പോകാം. റെഡി ആയിട്ട് എടുത്തോ? അടുത്ത ഗെയിമിന്റെ പേരാണ് കുളങ്കര. ചേട്ടൻ മനസ്സിലായി കുളങ്കര എന്ന് പറഞ്ഞ ഗെയിം എന്താന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. പിന്നെ നമ്മളിങ്ങനെ ചാടി കളിക്കില്ലേ? കുളങ്കര, കര, കുളം. അത് തന്നെ. അപ്പൊ നമുക്ക് കളിച്ചു നോക്കാം. പിന്നെ ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. കുളങ്കര. ഇതിനകത്ത് ഇവിടെ ചൂണ്ട നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ചൂണ്ട കൊണ്ട് ചൂണ്ടയുടെ അറ്റത്ത് കണ്ടോ ഒരു ബോൾ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ബോള് ഒരെണ്ണം തട്ടി അടുത്ത ഈ കുളത്തിലിടുക. ഈ കുളത്തിൽ നിന്ന് ഈ ബോൾ തട്ടി അടുത്ത കുളത്തിലിടുക. അടുത്ത കുളത്തിൽ നിന്ന് തട്ടി ഈ കുളത്തിലിടുക. ഇതാണ് ഗെയിം. സമയം വളരെ കുറവാണ്. 60 സെക്കൻഡ് കൊണ്ടാണ് ഈ ഗെയിം കളിച്ചു തീർക്കേണ്ടത്. 5000 രൂപയുടെ ഗെയിമാ സാജു. ഈസിയാണോ? പിന്നെ ഇതുപോലത്തെ ചൂണ്ട കൊണ്ട് ഇത്തിരി കാലത്തെ പാണമ്പളത്തിൽ പിടിക്കണം. പിന്നെ ഇത്രയുള്ള ബോള്. തീർച്ചയായിട്ടും കളിക്കാൻ തയ്യാറല്ലേ? കളിക്കാൻ തയ്യാറാണ്. തുടങ്ങിക്കോളൂ. ഗെയിം സ്റ്റാർട്ട്. റെഡി സായിപ്പ? മാനം കളയരുത്. കാലുമടക്കി അടിക്കാമോ? പറ്റില്ലല്ലേ? എവിടെ അടുത്തടുത്തോ ഓട് മുഴുവൻ തീർക്കോ? സമയമുണ്ട്. ഓക്കേ. 5000 രൂപയുടെ കളി ജയിച്ചിരിക്കുകയാണ്. 10000 രൂപയുടെ കളിക്കുള്ള എൻട്രിയാണ് 5000 രൂപ. വാതിൽ തുറന്നു 10000 രൂപയുടെ വാതിൽ തുറന്നു. റെഡി ആയിരിക്കും പുള്ളി 10000 രൂപയ്ക്ക് കളിക്കാൻ? ജയിക്കും. എന്തിനാ? ഓക്കെ, അപ്പോൾ നമുക്ക് 10000 രൂപയുടെ കളിയിലേക്ക് പോകാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ.
ചേട്ടാ യെസ്, ഗംഭീരമായിട്ട് കളിച്ചു സാജപ്പ. തീർച്ചയായും. ഏതായാലും പനങ്ങാടുകാർ മോശമല്ല എന്ന് തെളിയിച്ചിരിക്കുക തന്നെയാണ്. തെളിയിച്ചുകൊണ്ടേയിരിക്കും ഇനിയും. സിനിമാ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. സിനിമ വിശേഷം ഇപ്പൊ ഇറങ്ങിയ ഓൾഡ് ഈസ് ഗോൾഡ്, ആ. ലഡു എന്ന് പറഞ്ഞ വിനയ് ഫോർട്ടിന്റെ, പിന്നെ പ്രകാശന്റെ മെട്രോ, ഓ. ഇസാക്കിന്റെ ഇതിഹാസം. ഓ. ഇനിയിപ്പോ അടുത്തത് ഞാൻ എഴുതണ പടമാണ് പാണാവള്ളി പാണ്ഡവാസ് എന്ന് പറഞ്ഞ, അതിലും ഞാൻ തന്നെ പാണാവള്ളി? പാണ്ഡവാസ് എന്ന് പറഞ്ഞ പടം. പേര് കേട്ടോ, പാണാവള്ളി പാണ്ഡവാസ്. എന്താണ് ഹ്യൂമർ തന്നെയാണ് അല്ലേ? ഹ്യൂമർ തന്നെ, അതിലും ഞാൻ തന്നെ സെൻട്രൽ ക്യാരക്ടർ. അതിലും നായികയില്ല. നായികയില്ല. ഇവിടെ എങ്ങനെ ഉണ്ടോ? ഓക്കെ, സന്തോഷം. നായികയില്ലാത്ത നായകനാകുകയാണ്. അത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാ. നിങ്ങൾ എഴുതുന്നല്ലേ ഒരു നായിക നിങ്ങൾക്ക് ഇടാൻ പാടില്ലായിരുന്നു? പക്ഷെ ഒരു നായകനെ ഇടായിരുന്നു, പക്ഷെ വീട്ടിൽ വരുമ്പോ ഇവിടത്തെ നായിക ഉണ്ടാവൂല. അപ്പൊ നായിക ചിലപ്പോ ഉണ്ടാവില്ല. അത് കാരണം. ഓക്കേ. എന്തായാലും കൊള്ളാം സാജപ്പ. നമ്മുടെ സിനിമാ അനുഭവങ്ങള് ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞോ? ഇല്ല, ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചില്ല. പക്ഷെ ലാലേട്ടൻ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു. സംസാരിച്ചു. എന്നോട് ഒരു അരമണിക്കൂർ സംസാരിച്ചു. ലാലേട്ടൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ സ്കിറ്റ് കാണുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ്, അതിനു മുമ്പ് വേറൊരാളെന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ലാലേട്ടൻ വിളിക്കും. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ, അല്ല നമ്മൾ മിമിക്രിക്കാർക്ക് ഒരു ശീലം ഉണ്ടല്ലോ, ഞാൻ മോഹൻലാലാണെന്ന് പറയാം. ഓ ആയിക്കോട്ടെ, എവിടെയുള്ള മോഹൻലാലാന്ന് ചോദിക്കും. അപ്പൊ അത് കാരണം നേരത്തെ എന്നോട് വിളിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഈ പാഷാണം ഷാജി എന്ന് പറയുന്ന പേര് കൊണ്ടാണല്ലേ നിങ്ങൾ? അല്ല, അതാ ഈ പാഷാണം എന്ന് പറഞ്ഞ വിഷം കൊണ്ട് രക്ഷപ്പെട്ടേക്കണത്. വിഷം വിൽക്കണ ആൾക്കാരും പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ. ഓ തീർച്ചയായിട്ടും, വിഷം വിൽക്കുന്നവരും ഞാനും മാത്രമേ ഉള്ളൂ. പാഷാണം ഷാജി മാത്രമേ വിഷം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഏതായാലും നല്ലൊരു കൈയടി. നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. ഗെയിം ഏതാണെന്ന് നോക്കാം. അടുത്ത ഗെയിമിന്റെ പേരാണ് മേൽത്തട്ട്. ഇതിൽ ജയിക്കുവാണെങ്കിൽ 10,000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. നമുക്ക് കാർത്തികേയൻ ചേട്ടനെ സഹായിക്കണം. കാർത്തികേയൻ ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഈ ഗ്രാമം മുഴുവൻ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. പ്രിയ സുഹൃത്ത് സാജു നവോദയ അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഗെയിം എന്താണെന്നല്ല മനസ്സിലായോ? ഒന്നും വേണ്ട, 10,000 എടുത്ത് വെച്ചു. 10,000 എടുത്ത് വെച്ചു. ഓക്കെ, ഉറപ്പാണോ? പറ്റുണ്ടോ നിങ്ങൾക്ക്? ഉറപ്പായിട്ടും. ഞാൻ പറയുന്ന ഈ കളിയിൽ അദ്ദേഹം ജയിക്കുകയാണ്. ഞാൻ പറഞ്ഞ ജയിക്കുന്നു. പാഷാണ ഷാജിയാണോ സാജുവാണോ പറയുന്നത്? ഞാൻ രണ്ടും കൂടി കൂടിയാ പറയണത്. പകുതി പനങ്ങാടും പകുതി ഉദയം പേരും അങ്ങനെയാണ് പറയുന്നത്. കളി തുടങ്ങാം. ഇവിടെ ഇരിക്കുക. ഇരുന്നിട്ട് ഈ ഗ്ലാസ് എടുത്ത് നെറ്റിയിൽ വെക്കുക. അതോടുകൂടി തന്നെ ഈ 2 റിങ്ങും ഓരോ കയ്യിൽ പിടിക്കുക. ഇവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരാണ് മേൽത്തട്ട്. ഓടിക്കോ. 40 സെക്കൻഡേ ഉള്ള സമയം. പാഷാണം ഷാജി അതിപ്പോ തന്നെ കാണാം. പിന്നെ കളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ പുള്ളിക്കാളി സർക്കസുകാരാണോ തമ്പുരാനെ ചതിക്കല്ലേ? വെച്ചോളൂ. ഒരു പ്രാവശ്യം പോയി റിലാക്സ് ചെയ്ത്. ഓക്കെ, റെഡി. അത് തന്നെ. നമ്മുടെ 10,000. ഓക്കെ, കഷണ്ടി ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു സ്ലിപ്പ് ആവണത്. റെഡി. ഒന്നുമില്ല. നല്ല കുറച്ചുകൂടെ ബാക്കിലേക്ക്. ഒന്നുമില്ല. ഉറപ്പുള്ള 10,000 രൂപയാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ബാലൻസ് എത്ര രൂപയുടെ വേണം? 7,000 രൂപയുടെയാണ് നിങ്ങൾക്ക് ബാലൻസ് തരാനുള്ളത്. 7,000 രൂപയാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും സി കേരളം സൂപ്പർ മെമ്പറിൽ 10,000 രൂപയുടെ വിന്നറായിരിക്കുകയാണ് ബിജു. ഉറപ്പുള്ള 10,000 രൂപ. 2 4 6 1 7 3,000 രൂപ മുന്നേ തന്നിരുന്നു. 10,000 രൂപയാണ് ബിജുവിന് കിട്ടിയിരിക്കുന്നത്. ഈ 10,000 രൂപയിൽ നിന്ന് അടുത്ത ഗെയിം 25,000 രൂപയുടെ സൂപ്പർ ബമ്പറാണ് കളിക്കാൻ പോകുന്നത്. മിസ്റ്റർ പാഷാണം നിങ്ങളത് മനസ്സിലാക്കണം. ജയിക്കും. ഉറപ്പാണോ? ഏതായാലും അടുത്ത കളിയിലേക്ക് പോവുകയാണ്. സൂപ്പർ ബമ്പറാണ് കളിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു പെർഫോമൻസ് കണ്ടിട്ട്
സാജു അദ്ദേഹം റെഡിയാണോ? റെഡി. ഓക്കെ. അവസാനത്തെ ഗെയിമിലേക്കാണ് പോകുന്നത്. സൂപ്പർ ബമ്പറാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിന്റെ പേരാണ് കടിച്ചോ പിടിച്ചോ. 20 സെക്കൻഡ് ഉള്ള സമയം. 25,000 രൂപയാണ് കേട്ടോ. നമ്മുടെ സൂപ്പർ ബമ്പർ ഗെയിമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാഹിബ. റെഡി, ഗെയിം സ്റ്റാർട്ട്. 20 സെക്കൻഡിനുള്ളിൽ കടിച്ചെടുക്കുക. 5 സെക്കൻഡ് കഴിഞ്ഞു. 0. സോറി ഏട്ടാ. എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവസാനത്തെ ഗെയിം കളി മൂക്ക് വരെ എത്തിയതാ. ഇവിടം വരെ എത്തിയതാണ്. ഒരു ജസ്റ്റ് മിസ്സാ. ഏതായാലും നിങ്ങൾ പനങ്ങാടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? അല്ല, അത് നിങ്ങൾക്ക് ഇത് കളിക്കാൻ ധൈര്യമുണ്ടോ? ഇത് കളിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? താങ്കൾക്ക് ധൈര്യമുണ്ടോ? 25,000 രൂപ ചേട്ടന് കിട്ടാൻ പോവുകയാണ് കളിച്ചാല്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. എന്തായാലും പനങ്ങാടിന്റെ ഒരു താരമുണ്ട്. നിങ്ങൾ കളി ജയിച്ചാൽ നിങ്ങൾക്ക് 25,000 രൂപ ഉറപ്പായിട്ടും ബാക്കി പൈസ ഇവിടെ വെച്ച് കൊടുക്കാം. അദ്ദേഹത്തിന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കാം. ഞാൻ പനങ്ങാടുകാരനാണ്, ഞാൻ ജയിച്ചിരിക്കും. പനങ്ങാടുകാരനാണ് നിങ്ങൾ ജയിച്ചിരിക്കും. അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ്. പനങ്ങാടുകാരനാണ് ഈ പുള്ളി ജയിച്ചിരിക്കും. തുടങ്ങൂ സാഹിബൻ. സാഹിബ കളിച്ചു ജയിക്കണം. സാഹിബ ജയിക്കും. സാഹിബ ബാക്കി വായില്ല. ഓക്കെ, പനങ്ങാടുകാരനാണ് ജയിക്കും. അതെ, 20 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് കുറെ നേരമായി പുള്ളി. സാജപ്പ ക്ഷമിക്കണം കേട്ടോ. പുള്ളി കുറെ നേരമായിട്ട് വാഗ്വാദം നടത്തുകയായിരുന്നു. 20 സെക്കൻഡ് കൊണ്ട് പുള്ളി കടിച്ച് എടുക്കും ജയിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പനങ്ങാട് ഇത്ര ഉള്ളല്ലേ? 20 സെക്കൻഡിൽ ജയിക്കും എന്ന് പറഞ്ഞിട്ട് എന്തായി? പനങ്ങാടുകാരനാണ് ഞാൻ ജയിച്ചത്. ഞാൻ പാതി ഉദയംപേരുമായി പോയത്. നല്ലൊരു മറുപടി ആയി പോയി കേട്ടോ. പുള്ളി അവസാനം കാല് മാറ്റി ചവിട്ടി. വെറുതെ അല്ലടാ അതിന്റെ പാഷാണം ഷാജി എന്ന് വിളിക്കുന്നത്. തോറ്റുപോയി. ഞങ്ങൾ സമ്മതിച്ചു, തോൽവി സമ്മതിക്കണം. ഒരു കാര്യം ചെയ്യ്, താനൊന്ന് ചെയ്തേ. കടിച്ചെടുത്ത 25,000 ഉറപ്പല്ലേ? ഉറപ്പായിട്ടും 25,000 ഞാൻ കടിച്ചെടുത്താൽ റെഡി. അപ്പൊ ഞാൻ തുടങ്ങിക്കോട്ടെ? വേണ്ട. 25,000 ഞങ്ങൾക്കാ. തലയെ കെട്ടി കടിച്ചെടുത്ത്. അപ്പൊ ഞാനല്ല ഊതേണ്ടത്, നീ തന്നെയാണ് ഊതേണ്ടത്. ഊതിക്കോ. എന്റെ തലയെ കെട്ടി കടിച്ചെടുക്കുന്നേ പുള്ളി പറഞ്ഞുള്ളൂ. ഏത് തലയാന്ന് പറഞ്ഞിട്ടില്ലല്ലേ? അതെ. ഓക്കെ, അപ്പോ സന്തോഷം സാജു, ഒരുപാട് സന്തോഷം. ഇപ്പൊ സന്തോഷമൊക്കെ പറയണ്ടെങ്കിൽ അവന്റെ കണ്ണിൽ നിന്ന് പൊന്നിച്ച പറക്ക് 25,000 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. എന്തായാലും വേണ്ട സൂരജ്, ഇപ്പൊ ഇവിടെ വന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതിന് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സൂരജിനോടും അതുപോലെ തന്നെ നമ്മുടെ CTV കേരളക്കും എല്ലാ ടീം മൊത്തത്തിന് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നന്ദി അറിയിക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഇനി അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് കളിച്ച് ജയിച്ച 10,000 രൂപ നമുക്ക് ആർക്ക് കൊടുക്കണം? കാർത്തേയൻ ചേട്ടന് നമുക്ക് കൊടുക്കാം അല്ലേ? അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കാർത്തേയൻ ചേട്ടാ, ഷാജു, നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ അമ്പലത്തിന്റെ തിരുമുറ്റത്ത് സ്വയംഭൂ ഗണപതി ക്ഷേത്രം പനങ്ങാട്, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി പനങ്ങാട് എന്ന് പറയുന്ന ക്ലബ്ബ്, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ, സത്യമായിട്ടും ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. വല്ലാത്തൊരു എനർജി തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. വലിയൊരു കാര്യം തന്നെയാണ്. സാജുവിന്റെ കൈകൊണ്ട്, ആ ഒരു അർത്ഥവത്തായ കൈകൊണ്ട്, നന്മയുള്ള കൈകൊണ്ട് അദ്ദേഹത്തിന് ആ പണം നമുക്ക് കൈമാറാം. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.
സജു ഒരുപാട് നന്ദി. വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കല എന്ന് പറഞ്ഞ കലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ സമൂഹത്തിന് കൂടിയുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, നന്ദി സജു. കലാകാരന്മാർ നാടിന്റെ നന്മയാണ്, കലാകാരന്മാർ നാടിന്റെ അഭിമാനമാണ്. ഒരു കലാകാരനും വീണ്ടും പോവാതിരിക്കട്ടെ. തീർച്ചയായിട്ടും നന്മയുള്ള കലയെ തേടി, നന്മയുള്ള കലാകാരനെ തേടി പണം തരുവാനായി, സൂപ്പർ ബമ്പർ തരുവാനായി ഒരുപക്ഷെ നാടും നഗരവും ഞങ്ങൾ വളഞ്ഞേക്കാം. ഇവിടെ പറയുന്നു സൂപ്പർ ബമ്പറിൽ നിന്നും നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.